കേരളം നിലവിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണല്ലോ വയനാട് ടണൽ പ്രൊജക്റ്റ്. 2100 കോടി രൂപയോളം ചിലവഴിച്ച് 8 കിലോമീറ്ററോളം നീളത്തിൽ പണിയാൻ പോകുന്ന ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് മലകളും കുന്നുകളുമൊക്കെ തുരന്ന് മലകൾ തകർന്നു വീഴാതെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ എഞ്ചിനീയറിംഗ് ലോകത്തെ അത്ഭുതമായ ടണൽ നിർമ്മാണം എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. തുരങ്ക നിർമ്മാണത്തിൽ പ്രധാനമായും 2 രീതികളാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഒന്ന് ടണൽ ബോറിംഗ് മെഷീൻ അഥവാ TBM മെത്തേഡും മറ്റൊന്ന് ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് അഥവാ DNB അല്ലെങ്കിൽ NATM മെത്തേഡും. ഈ 2 രീതികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. സോ ആദ്യം ടണൽ ബോറിംഗ് മെഷീൻ അഥവാ TBM മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രൊജക്റ്റും തുടങ്ങുന്നത് മണ്ണും പാറയും വരെ കൃത്യമായി അളന്നുകൊണ്ടുള്ള വലിയ പ്ലാനിങ്ങിലൂടെയാണ്. ഏത് വഴിയാണ് ടണൽ പോകേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഭൂമിയെക്കുറിച്ച് പഠിക്കുക എന്നതാണ്, അഥവാ ജിയോളജിക്കൽ സർവേ നടത്തുക എന്നുള്ളതാണ്. അവർ മലയുടെ ഉള്ളിലേക്ക് ഏകദേശം 3000 മീറ്ററോളം ആഴത്തിൽ വലിയ കുഴലുകൾ ഇറക്കി അവിടുത്തെ പാറയുടെ സാമ്പിളുകൾ എടുക്കുന്നു. അത് എത്രത്തോളം കട്ടിയുള്ളതാണ്, അതിൽ വെള്ളമുണ്ടോ എന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കും. ഈ ഓരോ സാമ്പിളും നോക്കി മലയുടെ ഉള്ളിൽ എവിടെയൊക്കെയാണ് വിള്ളലുകൾ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് മണ്ണിടിയാൻ സാധ്യതയുള്ളത് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കും. ഈ കിട്ടിയ വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ നൽകി മലയുടെ ഉള്ളിലെ ഒരു 3D മോഡൽ അവർ ഉണ്ടാക്കിയെടുക്കും. അത് നോക്കിയാണ് ടണൽ എത്രത്തോളം ചെരിവിലും വളവിലും പണിയണം എന്ന് അവർ തീരുമാനിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ഏറ്റവും സെക്യൂർഡായ ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നു. പ്ലാൻ റെഡിയായി കഴിഞ്ഞാൽ മലയുടെ പുറംഭാഗത്താണ് ആദ്യത്തെ പണി തുടങ്ങുന്നത്. യന്ത്രങ്ങൾ അകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് പോർട്ടൽ എന്ന് വിളിക്കുന്ന തുരങ്കത്തിൻ്റെ കവാടം തുറക്കേണ്ടതുണ്ട്. അതിനായി പ്ലാൻ ചെയ്ത സ്ഥലത്തെ ചെടികളും അയഞ്ഞ മണ്ണും പാറക്കഷ്ണങ്ങളുമെല്ലാം ടീമുകൾ ആദ്യം നീക്കം ചെയ്യും. പിന്നീട് വളരെ ശ്രദ്ധയോടെ സ്ഫോടനം അഥവാ കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് നടത്തി പർവ്വതത്തിൻ്റെ കടുപ്പമേറിയ ഭാഗം തുരന്ന് പണി തുടങ്ങുന്നു. മുകളിലുള്ള പാറകളുടെ ഭാരം കാരണം എൻട്രി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റോ സ്റ്റീലോ ഉപയോഗിച്ച് ഒരു വലിയ ഫ്രെയിം അവിടെ നിർമ്മിക്കും. ഇതോടെയാണ് യഥാർത്ഥത്തിലുള്ള പണികൾ തുടങ്ങുന്നത്. പോർട്ടലുകൾ തുറന്ന് തുരങ്കത്തിൻ്റെ എൻട്രി സുരക്ഷിതമാക്കിയാൽ അടുത്തതായി നോക്കുന്നത് ഉള്ളിലെ വായുവിൻ്റെ കാര്യമാണ്. പണിയെടുക്കുന്നവർക്ക് ശ്വസിക്കാൻ വായു വേണമല്ലോ. തുരങ്കം ഉള്ളിലേക്ക് പോകുന്തോറും മർദ്ദവും പൊടിയും ചൂടും കൂടും. അതുകൊണ്ട് തന്നെ കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ഫ്ലെക്സിബിൾ പൈപ്പുകൾ പുറത്തെ കവാടം മുതൽ ഉള്ളിലെ പണി നടക്കുന്ന സ്ഥലം വരെ എത്തിച്ച് തുടർച്ചയായി ശുദ്ധവായു നൽകിക്കൊണ്ടിരിക്കും. വായു എത്തിക്കാൻ കഴിയാത്ത അത്രയും നീളമുള്ള തുരങ്കമാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് നേരെ കുത്തനെയുള്ള വലിയ കുഴികൾ തുരക്കും. തുരങ്കത്തിനുള്ളിലെ സെൻസറുകൾ ഓക്സിജന്റെ അളവും വിഷവാതകങ്ങളും നിരന്തരം പരിശോധിക്കുന്നുണ്ടാകും. കൂടാതെ വലിയ ജെറ്റ് ഫാനുകൾ ഉപയോഗിച്ച് വായു സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്യും. ഇനിയാണ് ടണൽ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതാണ് TBM അഥവാ ടണൽ ബോറിംഗ് മെഷീനിനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിക്കുക എന്നുള്ളത്. ഈ ഭീമൻ മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായി 100 കണക്കിന് എഞ്ചിനീയർമാരുടെ വലിയ അധ്വാനം ആവശ്യമാണ്. മെഷീനിന്റെ ഭാഗങ്ങൾ വെക്കാൻ വേണ്ടി ടണൽ എൻട്രിയുടെ അടുത്ത് വലിയൊരു ഹാൾ അഥവാ ലോഞ്ച് ചേംബർ കുഴിക്കുകയും അത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുകയും ചെയ്യും. ഈ മെഷീന്റെ ഓരോ ഭാഗങ്ങളും വലിയ ട്രക്കുകളിലാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഓരോ പീസിനും ടൺ കണക്കിന് ഭാരവും ഉണ്ടാകും. TBM മെഷീനിന്റെ മുൻഭാഗത്തെ കട്ടർ ഹെഡിന് മാത്രം 1000 ടൺ ഭാരവും 15 മീറ്റർ വീതിയും ഉണ്ടാകും. തുടർന്ന് ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓരോ മില്ലിമീറ്റർ പോലും തെറ്റാതെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായി യോജിപ്പിക്കും. വലിയ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ചാണ് കട്ടർ ഹെഡ് ഉയർത്തി മെഷീൻ്റെ മറ്റു ഭാഗങ്ങളുമായി ഘടിപ്പിക്കുന്നത്. പൂർണ്ണമായി റെഡിയായി കഴിഞ്ഞാൽ ഈ മെഷീന് 100 മീറ്ററിലധികം നീളമുണ്ടാകും. മെഷീൻ്റെ ഉള്ളിലെ കൺട്രോൾ റൂമിൽ നിന്ന് സ്വിച്ച് അമർത്തുന്നതോടെ ഇലക്ട്രിക്കൽ ഹൈഡ്രോളിക് സിസ്റ്റങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള മെഷീൻ സാവധാനം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. തുടർന്ന് വലിയ സിലിണ്ടറുകൾ ഉപയോഗിച്ച് കട്ടർ ഹെഡിനെ പാറയോട് ചേർത്തമർത്തും. അതോടൊപ്പം സ്റ്റീൽ കട്ടറുകൾ കറങ്ങിക്കൊണ്ട് പാറകളെ പൊടിച്ചു കളയുന്നുണ്ടാകും. ഓരോ തവണയും 1 മുതൽ 2 മീറ്റർ വരെയൊക്കെയാണ് മെഷീൻ മുന്നോട്ട് നീങ്ങുന്നത്. പാറയുടെ കടുപ്പത്തിനനുസരിച്ച് അതിൻ്റെ വേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പൊടിച്ചു മാറ്റുന്ന പാറക്കഷ്ണങ്ങളെ ബെൽറ്റ് വഴി പുറത്തേക്ക് എത്തിക്കുന്നുണ്ടാകും. അതോടൊപ്പം കട്ടർ ഹെഡ് ചൂടാകാതിരിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യും. കൂടാതെ മെഷീൻ മുന്നോട്ട് നീങ്ങുന്നതിനോടൊപ്പം തന്നെ കോൺക്രീറ്റ് സ്ഥാപിക്കലും നടക്കുന്നുണ്ടാകും. ഇതിനായി മെഷീൻ്റെ പിൻഭാഗത്ത് വെച്ച് മുൻകൂട്ടി നിർമ്മിച്ച കോൺക്രീറ്റ് പാളികൾ അഥവാ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സെഗ്മെന്റ്സ് ഓരോന്നായി യോജിപ്പിച്ച് ഒരു വലിയ വളയം അഥവാ റിംഗ് ഉണ്ടാക്കുന്നു. മെഷീൻ ഓരോ മീറ്റർ തുരക്കുമ്പോഴും ഈ കോൺക്രീറ്റ് വളയങ്ങൾ ഭിത്തിയിൽ ഉറപ്പിക്കും.
അതുകൊണ്ട് തന്നെ TBM വഴി തുരങ്കം പണി തീരുമ്പോഴേക്കും അതിൻ്റെ കോൺക്രീറ്റ് ഭിത്തികളും ഏകദേശം തയ്യാറായിട്ടുണ്ടാകും. കൂടാതെ മോഡേൺ ടണൽ കൺസ്ട്രക്ഷനിൽ ലേസർ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. അതായത് 100 കണക്കിന് മീറ്റർ ആഴത്തിൽ തുരങ്കം നിർമ്മിക്കുമ്പോൾ മെഷീൻ 1 സെൻറ്റിമീറ്റർ പോലും വഴിമാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനായി തുരങ്കത്തിൻ്റെ തുടക്കത്തിൽ ഉറപ്പിച്ച ഒരു ലേസർ ഉപകരണം മെഷീനിലേക്ക് ഒരു നേർരേഖയിലുള്ള ലേസർ ബീം അയച്ചുകൊണ്ടിരിക്കും. മെഷീൻ്റെ പിൻഭാഗത്തുള്ള ഒരു സെൻസർ ടാർഗറ്റിൽ ഈ ലേസർ പതിക്കുമ്പോൾ മെഷീൻ കൃത്യമായ പാതയിലാണോ എന്ന് കമ്പ്യൂട്ടർ സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കുന്നു. ഒരു ചെറിയ വ്യത്യാസം പോലും കമ്പ്യൂട്ടർ കണ്ടെത്തിയാൽ അത് മെഷീൻ്റെ വശങ്ങളിലുള്ള ശക്തമായ ഹൈഡ്രോളിക് ജാക്കുകൾക്ക് സിഗ്നൽ നൽകും. ഈ ജാക്കുകൾ മെഷീൻ്റെ മുൻഭാഗത്തെ അഥവാ കട്ടർ ഹെഡിനെ ആവശ്യമുള്ള വശത്തേക്ക് ചെറുതായി തള്ളി കൃത്യമായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് കൃത്യമായി ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് ടണലുകൾ പണിയുന്നത്. എന്നാൽ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് TBM ഉപയോഗിക്കാനല്ല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു പകരം NATM അഥവാ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന രീതിയാണ് ഇതിനായി നിശ്ചയിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. പാറകൾ ഉറപ്പില്ലാത്ത സ്ഥലത്തോ ഇടിയാൻ സാധ്യതയുള്ള സ്ഥലത്തോ ഈ വലിയ മെഷീൻ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ എഞ്ചിനീയർമാർ പണ്ട് മുതലേയുള്ള ഒരു രീതിയെയാണ് ആശ്രയിക്കുന്നത്. അതായത് ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന രീതിയാണിത്. സ്ഫോടക വസ്തുക്കളെക്കുറിച്ചും പാറകളുടെ സ്വഭാവത്തെക്കുറിച്ചും നല്ല അറിവുള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയും. ആദ്യം അവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥ നോക്കി എത്രത്തോളം വലിയ സ്ഫോടനം വേണമെന്ന് തീരുമാനിക്കും. അങ്ങനെ പാറയുടെ മുൻഭാഗത്ത് കൃത്യമായ അകലത്തിൽ 3 മുതൽ 5 മീറ്റർ വരെ ആഴമുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കും. സ്ഫോടനം നടത്തുന്നതിന് മുൻപ് എല്ലാ വയറുകളും കണക്ഷനും ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തും. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്ഫോടനം എങ്ങനെ വേണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണ് കൃത്യമായി സ്ഫോടനം നടത്തുന്നത്. സ്ഫോടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉള്ളിലെ വിഷപ്പുകയും പൊടിയും നീക്കം ചെയ്യാൻ വലിയ വെന്റിലേഷൻ ഫാനുകൾ ഓൺ ചെയ്യും. ഏകദേശം 15 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞാൽ എഞ്ചിനീയർമാരും ജോലിക്കാരും ഉള്ളിൽ കയറി ബാക്കിയുള്ള പാറ കഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നു. പിന്നീട് പാറകൾ ഇടിഞ്ഞു വീഴാതിരിക്കാൻ ഷോട്ട്ക്രീറ്റ് എന്ന പേരിൽ സിമൻറ്റ് മിശ്രിതം ഭിത്തികളിൽ സ്പ്രേ ചെയ്യും. ഈ സ്ഫോടന രീതി ചെലവ് കുറഞ്ഞതാണെങ്കിലും ഇതിന് വലിയ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയൊരു പിഴവ് വന്നാൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇന്നും സ്ഫോടനം നടത്തുമ്പോൾ പല വിധത്തിലുള്ള സെൻസറുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത്. ഉറപ്പില്ലാത്ത മണ്ണിൽ പണി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് NATM എന്ന ഈ പുതിയ രീതി എഞ്ചിനീയർമാർ കൊണ്ടുവന്നത്. 1960കളിൽ ഓസ്ട്രിയയിലെ എഞ്ചിനീയർമാരാണ് ഇതിന് രൂപം നൽകിയത്. പർവ്വതത്തെ വെറുതെ തടഞ്ഞു നിർത്തുന്നതിന് പകരം പർവ്വതത്തിൻ്റെ തന്നെ ബലം ഉപയോഗിച്ച് തുരങ്കം പണിയാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ തവണയും 1 മീറ്റർ മാത്രം തുരന്ന് അപ്പോൾ തന്നെ അവിടെ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് ഉറപ്പിക്കും. പിന്നീട് വലിയ സ്റ്റീൽ ആണികൾ അഥവാ റോക്ക് ബോൾട്ട്സ് അടിച്ച് പാറയെ തുരങ്കത്തിൻ്റെ ഭിത്തികളുമായി ഉറപ്പിച്ചു നിർത്തും. ഉള്ളിലെ മാറ്റങ്ങൾ അറിയാൻ പലതരം സെൻസറുകൾ വെച്ച് എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടാകും. എഞ്ചിനീയർമാർ ഈ വിവരങ്ങൾ നോക്കി അപ്പോഴപ്പോൾ തന്നെ പ്ലാനുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പതിയെ പതിയെയാണ് തുരങ്ക നിർമ്മാണത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ഈ NATM എന്ന രീതിയാണ് ഇന്ന് ലോകത്തെ പ്രധാന തുരങ്ക നിർമ്മാണങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇതുതന്നെയാണ് വയനാട് തുരങ്കപാതയിലും നിർമ്മിക്കാൻ പോകുന്നത്. ഏതായാലും ഈ തുരങ്ക നിർമ്മാണത്തിൻ്റെ രീതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വയനാട് തുരങ്കപാത വളരെ പെട്ടെന്ന് തന്നെ സക്സസ്ഫുള്ളായി തീർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.